السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وحفظا وعقلا وأدبا كاملا. رب تمم بالخير والسعادة برحمتك يا أرحم الراحمين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من أحوال أهل النار. بسم الله ما شاء الله، لا يسوق الخير إلا الله. بسم الله ما شاء الله، لا يسرف السوء إلا الله. بسم الله ما شاء الله، ما كان من نعمة فمن الله. بسم الله ما شاء الله، لا حول ولا قوة إلا بالله. بسم الله الرحمن الرحيم. وخلقنا لهم من مثله ما يركبون. النعمان بن بشير رضي الله عنه أن رسول الله صلى الله عليه وسلم مثل المدهن في حدود الله والواقي فيها مثل قوم استهموا سفينة فصار بعضهم في أسفلها وصار بعضهم في أعلاها، فكان الذي في أسفلها يمرون بالماء على الذين في أعلاها إلى آخر الحديث، أو كما قال سيدنا رسول الله صلى الله عليه وسلم. عن أنس بن مالك رضي الله عنه أن رجلا أتى النبي صلى الله عليه وسلم فقال: يا رسول الله احملني. قال النبي صلى الله عليه وسلم: أنا حاملوك على ولد ناقة. قال: وما أصنع بولد الناقة؟ فقال النبي صلى الله عليه وسلم: وهل تلد الإبل إلا النوق؟ إن لله عبادا فتنا تركوا الدنيا وخافوا الفتنا، نظروا فيها فلما علموا أنها ليست لحي باطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا. على أمة سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ നിത്യത്തെ, നമ്മുടെ ഈ പഠനത്തെ കബൂലാക്കി തരുമാറാകട്ടെ. ബഹുമാനരായ അനസ് ഫൈസി ഉസ്താദ് അവറുകൾ, മുഹ്സിൻ നിസാമി ഉസ്താദ് അവറുകൾ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങളെ, രക്ഷകർത്താക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ഈ സംരംഭത്തെ പൂർണ്ണമായിട്ടും കബൂലാക്കി തരുമാറാകട്ടെ. ആമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധമായ ഖുർആനിലെ ഒട്ടക ചരിത്രങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മൾ ഏതാനും കുറെ സമയം സംസാരിച്ചിരുന്ന വിഷയങ്ങൾ മനസ്സിലാക്കിയിരുന്നു. സാഹചര്യം ഇടുക്കമായതുകൊണ്ടും അന്തരീക്ഷം കുറച്ച് പ്രക്ഷുബ്ധമായതുകൊണ്ടും ഏതാനും ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് വിഷയാവസാനം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയാത്തതിന്റെ പേരിൽ എവിടെയാണോ നമ്മൾ അവസാനിപ്പിച്ചത് അവിടെ നിന്നാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഇന്നത്തെ വിഷയത്തിന് നമ്മൾ നൽകിയിരിക്കുന്ന പേര് ഖുർആനിലെ ഒട്ടകം എന്നതാണ്.
കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ച വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുജ്ജിയതഹും ഫിൽ മശ്ഹൂൻ. അറബികളെ സംബന്ധിച്ചിടത്തോളം, മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ കപ്പലിൽ അവരുടെ പൂർവ്വപിതാക്കളെ നമ്മൾ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യിപ്പിച്ചു എന്നത് ഒരു വലിയ ദൃഷ്ടാന്തമാണ്, അത്ഭുതമാണ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയ കപ്പലിന്റെ വൈവിധ്യമാർന്ന ചരിത്ര വിശേഷണങ്ങളെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ. ആ ഒട്ടകം പോലത്തെ ഒന്നിനെ അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി, അവരുടെ യാത്രയ്ക്ക് ഉപകരിക്കാൻ വേണ്ടി നാം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചു കൊടുത്തു എന്നതാണ്. അതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് കപ്പലിനെ കുറിച്ച് പറഞ്ഞതിന്റെ ചില അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കപ്പലിൽ യാത്ര ചെയ്തിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നിന്ന് നമ്മൾ കപ്പലിനെ കുറിച്ചുള്ള ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഓതി വെച്ച ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നുമാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത് ഇങ്ങനെയാണ്: മസലുൽ മുദ്ഹിനി ഫീ ഹുദൂദില്ലാഹി വൽ വാഖി ഫീഹാ. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മാനിക്കാതെ അതിൽ ഇങ്ങനെ നിരന്തരമായിട്ട് വൈരുദ്ധ്യം പ്രവർത്തിക്കുന്ന ഒരാളുടെ കുടുംബമാണ് മസലു ഖൗമിൻ ഇസ്തഹമു സഫീനതൻ. കപ്പൽ യാത്രക്കാരായ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുകളിലത്തെ ഡെക്കും താഴത്തെ ഡെക്കുമുണ്ട്. അപ്പോൾ ഈ കപ്പൽ യാത്ര വരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ആര് മുകളിലാകണം, ആര് താഴെയാകണം എന്നതിനെ കുറിച്ചുള്ള ചർച്ച നടന്നപ്പോൾ അവസാനം ഞെറുക്കിട്ടിട്ട് ഒരു സംഘം മുകളിലും ഒരു സംഘം താഴെയുമായ ഒരു സംഭവത്തെ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. ഫസാറ ബഅദുഹും ഫീ അസ്ഫലിഹാ വസാറ ബഅദുഹും ഫീ അഅലാഹാ. ഞെറുക്ക് വന്നപ്പം ഒരു കൂട്ടർ കപ്പലിന്റെ മുകളിലും മറുകൂട്ടർ കപ്പലിന്റെ താഴെ ഡക്കിലുമായി. ഫകാന അല്ലദീ ഫീ അസ്ഫലിഹാ യമറൂന ബിൽ മാഇ അലല്ലദീന ഫീ അഅലാഹാ. കപ്പലിന്റെ താഴെ ഡക്കിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ അവർക്ക് കപ്പലിന്റെ മുകളിൽ ചെന്നിട്ട് കോരിയെടുത്ത് മുകളിലത്തെ ഡക്കിലൂടെ കടന്നു വേണം താഴോട്ട് പോകാൻ. അതൊരു ഉപദ്രവകരമായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് അവർ മനസ്സിലാക്കി. അങ്ങനെ വന്നപ്പോ താഴെ ഡക്കിലുള്ളവർ ഒരു തീരുമാനമെടുത്തു. കപ്പലിന്റെ താഴ്ഭാഗത്ത് അവരൊരു മെഴുകെടുത്തിട്ട് കപ്പലിന്റെ ബോഡി കുത്തിപ്പൊളിക്കാൻ വേണ്ടി തുടങ്ങി. എന്തിനായിരുന്നു? മുകളിൽ കൂടി കടന്നുപോയി അവരെ ബുദ്ധിമുട്ടിച്ച് വെള്ളമെടുക്കാതെ തങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള മറയുടെ പിന്നിരിക്കുന്ന വെള്ളത്തെ അത് കൊത്തിപ്പൊളിച്ചിട്ട് അതിലൂടെ വെള്ളമെടുക്കാൻ പോയ ഒരു സന്ദർഭത്തെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമയായിട്ട് നമ്മുടെ മുന്നിൽ പറയുന്നത്. അങ്ങനെ മുകളിലുള്ളവര് വിവരം പറഞ്ഞ് അവരടുത്ത് വന്നിട്ട് ചോദിച്ചു, മാലക്, എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്നെ കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്. വെള്ളം നമുക്ക് അത്യാവശ്യവുമാണ്. അവിടെയാണ് നമ്മുടെ പോയിന്റ്. ഹദീസിന്റെ പാഠം അവിടെ നിന്നാണ് വരുന്നത്. ഈ കപ്പലിന്റെ താഴെയിടക്ക് കുത്തിപ്പൊളിച്ച് വെള്ളമെടുക്കാൻ തയ്യാറെടുക്കുന്ന മനുഷ്യന്റെ കൈകളിൽ അവർ പിടിച്ചാൽ അയാളെയും രക്ഷപ്പെടുത്താം, എവരെയും രക്ഷപ്പെടുത്താം. അതല്ല, അത് അവന്റെ കാര്യമല്ലേ, നമ്മൾ എന്തിന് അതിൽ ഇടപെടുന്നു? അവൻ എടുക്കട്ടെ എന്ന് തീരുമാനിച്ച് അവനെ വിട്ടാൽ അവനെ നശിപ്പിക്കും, ഇവരെയും നശിപ്പിക്കും. സമകാലികമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സമുദായത്തിൽ അരുതായ്മകളും അനാവശ്യങ്ങളും നടന്നു പോകുമ്പോ അതിലെന്തിന് ഞാൻ ഇടപെടണം? അവൻ ചെയ്തോണ്ട് പോട്ടെ. അവനായി, അവന്റെ വീടായി, അവന്റെ പാരമ്പര്യമായി, അവന്റെ സംസ്കാരമായി ഈ നിലയ്ക്ക് അവന്റെ വഴിക്ക് വിട്ടാൽ അവനും നശിക്കും, ഒപ്പം നമ്മളും നശിക്കും. അല്ലാഹുവിന്റെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമുണ്ട്, അംറുൽ ബിൽ മഅറൂഫ് വനഹീ അനിൽ മുൻകർ. ഇമാം ഗസാലി തങ്ങളുടെ ഇബ്നിയായി ഖുതുബുൻ അദീമുൻ ഫിദ്ദീൻ, ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ മുൻഗാമികളായ നമ്മുടെ നബിമാര്, ഔലിയാക്കൾ, സഹാബത്ത് ഒക്കെ അവരുടെ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ഒരു ഗുണം ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ പാടെ അവഗണിച്ച ഒരു സവിശേഷത
എന്തായിരുന്നു? നല്ലത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, തിന്മയെ തടഞ്ഞുകൊണ്ടേയിരിക്കുക. അത് സ്വന്തം ഉപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, മകളാകട്ടെ, വിദ്യാർത്ഥിയാകട്ടെ, അടുത്തിരിക്കുന്ന ആരുമാകട്ടെ, നന്മ പറഞ്ഞുകൊണ്ടേയിരിക്കുക. തിന്മ കണ്ടാൽ, അരുതായ്മ കണ്ടാൽ അതിനെ തടഞ്ഞുകൊണ്ടേയിരിക്കുക. അരുതായ്മ കണ്ടാൽ കൈകൊണ്ട് തടുക്കുക. കൈകൊണ്ട് തടുക്കാൻ, നേരത്തെ പറഞ്ഞതുപോലെ മെഴുവിട്ട് കപ്പൽ പൊളിച്ചുകൊണ്ടിരിക്കുന്നവന്റെ കയ്യിൽ പിടിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നാവ് കൊണ്ട് അതിനെ എതിർക്കുക. അത് കഴിഞ്ഞില്ലെങ്കിൽ ഹൃദയം കൊണ്ട് അതിനെ വെറുക്കുകയെങ്കിലും ചെയ്യുക. അത് ഏറ്റവും ബലഹീനമായ ഈമാനാണ്, വിശ്വാസമാണ്. അതും ഇല്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, നമ്മുടെ മഴയിൽ നടക്കുന്ന, എത്രത്തോളം ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പോലും നടക്കുന്ന, നമ്മുടെ കൺമുന്നിൽ കിടക്കുന്ന അരുതായ്മകളോട് കൈകൊണ്ടോ വാക്കുകൊണ്ടോ നമ്മുടെ ഹൃദയം കൊണ്ടോ ഒരു എതിർപ്പ് തോന്നുന്നില്ല എങ്കിൽ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ലെവലേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കി അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കപ്പലിന്റെ ഉദാഹരണം വെച്ച് പറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ ഈ വിഷയത്തിലേക്ക് ഹദീസ് കടന്നു വരുന്നത് എങ്കിലും ഞാൻ അവസരോചിതമായിട്ട് എന്റെ നഫ്സിനോട് ആദ്യമായിട്ടും എന്റെ മുമ്പിലിരിക്കുന്നതോട് രണ്ടാമതായിട്ട് പറയുകയാണ്, അരുതായ്മകളോട് സന്ധിയാകരുത് നമ്മൾ ഒരിക്കലും. ബനൂ ഇസ്രായേലുണ്ടായ സംഭവത്തെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. അരുതായ്മകളോട് സന്ധിയായി ഒപ്പം നിന്നവരുടെ ഹൃദയങ്ങൾ തമ്മിൽ കലർത്തിക്കളെ. നമ്മുടെ നാട്ടിൽ ഒരു അരുതായ്മ, ഒരുപക്ഷെ ഒരു കഞ്ചാവാകട്ടെ, മദ്യപാനമാകട്ടെ, വ്യഭിചാരമാകട്ടെ, എന്തുമാകട്ടെ, അതിനൊക്കെ നമുക്ക് വെറുപ്പ് തോന്നില്ല, തടയുന്നില്ല എങ്കിൽ നാളെ സമയം നമ്മളും അതായി തീരും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. അല്ലാഹു ഖുർആനിൽ അങ്ങനെ പറഞ്ഞു. കാനൂ, ബനൂ ഇസ്രായേലിന്റെ നാശത്തിന്റെ ചരിത്രം പറഞ്ഞെടുത്തതിന് ഒരു ഹേതുവായിട്ട് പറഞ്ഞത് കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. സമൂഹം ചെയ്തുകൊണ്ടിരുന്ന അരുതായ്മകളോട് സന്ധിയായതാണ് അവരുടെ പ്രശ്നം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. വീണ്ടും നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ റിയാദുസ് സാലിഹീനിൽ ഉദ്ധരിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആകുന്ന നമ്മുടെ മദ്ഹബിന്റെ ഇമാമാകുന്ന മഹാനായ ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായിട്ടുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മനോഹരമായ ഒരു പദ്യം ഉദ്ധരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. പടച്ചറപ്പിന് ചില ദാസന്മാരുണ്ട്. തറഖു ദുനിയാ, മറ്റൊരു റിവായത്തിൽ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. ദുനിയാവ് വേണ്ടാന്ന് വെച്ച അടിയാറുകളാണവർ. ദുനിയാവിലുള്ള പ്രശ്നങ്ങളെ, ഇത് ദുനിയാവാണ്, വരാനിരിക്കുന്ന ആഖിറമാണ് വലുത്, അതാണ് ഫൈനല്, അതാണ് സ്ഥിരം, അതാണ് ശാശ്വതം, ഇത് നശ്വരമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സൂഫിസത്തിന്റെ ചിന്തയിലേക്കാണ് ഈ ബൈത്ത് നമ്മളെ കൊണ്ടുപോകുന്നത്. ദുനിയാവ് പ്രശ്നമാണ്, ദുനിയാവ് ഫിത്നയാണ്, ഇതിലുള്ളതെല്ലാം പ്രശ്നത്തിലേക്കുള്ള സഞ്ചാരമാണ്. മനസ്സിൽ നിന്ന് ദുനിയാവ് എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ, നമ്മൾ ഫിത്നയെ ഭയന്നിട്ടില്ലെങ്കിൽ നമ്മൾ അബദ്ധപ്പെട്ടു പോകുമെന്ന് ഇമാം ശാഫിഈ തങ്ങൾ നദറൂ ഫീഹാ ഫലമ്മാ ആലിമൂ. ഈ ദുനിയാവിൽ അവർ ചിന്തിച്ചു നോക്കിയപ്പോ, ദുനിയാവിനെ അവർ പഠനത്തിന് വിധേയമാക്കി മനസ്സിലാക്കി നോക്കിയപ്പോ അവർ അറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. ഫലമ്മാ ആലിമൂ അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ. ഈ ദുനിയാവ് ഒരു സ്വദേശമായിട്ട് അംഗീകരിക്കാൻ പറ്റിയ ഒരു സ്ഥിരവാസത്തിന്റെ കേന്ദ്രം അല്ല. പിന്നെയോ യാത്രക്കാരാണ് നാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചപ്പോ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതകാലത്തെയും പ്രബോധനത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പലിനെ കുറിച്ച് പഠിച്ചപ്പോ ലോകത്ത് ആദ്യമായിട്ട് കപ്പൽ അല്ലാഹു നിർമ്മിപ്പിച്ചത്, ഉണ്ടാക്കിയത് നൂഹ് നബിയെ കൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ കപ്പൽ നിർമ്മാതാവ് നൂഹ് അലൈഹിസ്സലാമാണ്. 950 വർഷക്കാല പ്രബോധനവും 1400ഓളം വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു തീർത്ത ഒരു വലിയ മഹാമനുഷ്യനാണ് നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയോട് ചോദിക്കുന്നുണ്ട്, നൂഹ് നബിയെ, ദുനിയാവിൽ ജീവിച്ചിട്ട് 1500 വർഷക്കാലം, അങ്ങനെ 1500 വർഷക്കാലം ജീവിച്ച നൂഹ് നബിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു ദുനിയാവിലെ ജീവിതം? ഓ, അത് ഒരു വീട്, അതിന്റെ ആ വാതിലിലൂടെ കയറി ഈ വാതിലിലൂടെ ഇറങ്ങിപ്പോകും. എനിക്ക് അത്രേ ഫീൽ ചെയ്തു. നമുക്ക് ദുനിയാവും മനസ്സിലായിട്ടില്ല, ആഹ്റവും മനസ്സിലായിട്ടില്ല. നമുക്ക് ദുനിയാവും മനസ്സിലായിട്ടില്ല, ആഹ്റവും
ആഖിറം പിടികിട്ടിയിട്ടില്ല. എത്രത്തോളം നൂഹ് നബി 1500 വർഷം ജീവിച്ചു തീർത്ത നൂഹ് നബി പറഞ്ഞതാ, ഒരു കെട്ടിടത്തിന്റെ ഒരു വാതിലിലൂടെ കടന്ന് മറുവാതിലൂടെ ഇറങ്ങി പോകുന്ന അത്രത്തോളം നിസ്സാരമായ ഒരു ഫീലിംഗ് മാത്രമേ ഈ ദുനിയാവിന്റെ സർവ്വ സൗകര്യങ്ങൾക്കും സുഖങ്ങൾക്കും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോ നമ്മുടെ ചിന്തകളും പരിശ്രമങ്ങളും അധ്വാനങ്ങളും ഒക്കെ നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിന്റെ നിസ്സാരത ഒരു നബി വിവരിച്ചതാണ് നമ്മൾ മനസ്സിലാക്കാൻ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാ, അന്നഹാ ലൈസത് ലിഹയ്യിൻ വഖനാ, ഈ ദുനിയാവ് നമുക്ക് എന്നെന്നും താമസിക്കാൻ പറ്റിയ ഒരു ഇടമേ അല്ല. എന്നിട്ട് തുടരുകയാണ്, ജഅലൂഹാ ലുജ്ജതൻ വത്തഖദൂ സാലിഹൽ അഅമാലി ഫീഹാ സുഫ്നാ, ഈ ദുനിയാവിനെ ഒരു കടലാക്കി, ഒരുപാട് പ്രശ്നമുള്ള അപകടമുള്ള ആഴമുള്ള ആഴത്തിലേക്ക് പോകുന്തോറും സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും കൂടി വരുന്ന ഒരു സമുദ്രത്തോട് ദുനിയാവിനെ സാദൃശ്യമാക്കി. ഈ കടലിന്റെ ആഴങ്ങളിലേക്ക് ആപതിച്ചു പോകാതിരിക്കാൻ ഒരു രക്ഷയുടെ മാധ്യമമാക്കി അവര് സാലിഹുൽ അഅമാലിനെ സുഫ്ന, അവര് കപ്പലാക്കി വെച്ചു. അല്ലാഹു അക്ബർ. ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്കി. എന്താ പറഞ്ഞേ? ദുനിയാവ് കടലും ഇതിന്റെ നമ്മൾ ചെയ്യുന്ന സാലിഹുൽ അഅമാലുകൾ കപ്പലുകൾ. രക്ഷയുടെ നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പൽ രക്ഷയുടെ കപ്പലായതുപോലെ, ഏതൊരു കപ്പലും രക്ഷയുടെ കപ്പലാകുന്നത് പോലെ നമ്മളിപ്പോ നമ്മളാകുന്ന ഈ കപ്പലിൽ വസിക്കുന്നവർ സ്വാലിഹുൽ അഅമാലിനെ കപ്പലാക്കി വെച്ച് ദുനിയാവിലൂടെ സഞ്ചരിച്ച് നമ്മൾ അതിന്റെ ലക്ഷ്യത്തിലേക്ക്, അല്ലാഹുവിന്റെ മഅരിഫത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു പോകണമെന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമ്മൾ നിസാരമായ ദുനിയാവിൽ ജീവിക്കേണ്ടതിന്റെ ചിത്രമാണ് ഈ വരച്ചു കാണിക്കുന്നത്. സാലിഹുൽ അഅമാലാണ് നമ്മുടെ കപ്പൽ. എത്രത്തോളം പൊട്ടിപ്പൊളിഞ്ഞതാണ് നമ്മുടെ സാലിഹുൽ അഅമാൽ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു. എത്ര പൊട്ടിപ്പൊളിഞ്ഞ സാലിഹുൽ അഅമാലാണ് നമ്മുടെ രക്ഷയുടെ കപ്പലായിട്ട് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. വേറെ ഒന്നും രക്ഷയില്ല. സാലിഹുൽ അഅമാൽ അല്ലാതെ ഈ ലുജ്ജത്തിൽ, ഈ കടലിൽ, ഈ ആഴമേറിയ കടലിൽ കരപറ്റാൻ രക്ഷയുള്ള വേറെ ഒരു പരിപാടി പടച്ചടക്കി ദുനിയാവിൽ വെച്ചിട്ടില്ല. റെക്കമെൻഡ് ആവട്ടെ, ഒന്നും ആകട്ടെ, ഒന്നും വെച്ചിട്ടില്ല. ഹബീബായ മുത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഖിദ്മത്തെടുത്ത് അങ്ങേ സന്തോഷിപ്പിച്ചിട്ട് അവസാനം ചോദിച്ചു, എനിക്ക് എന്ത് വേണം, എനിക്ക് നിനക്ക് എന്ത് വേണം? റസൂൽ പറഞ്ഞപ്പോൾ ചോദിച്ചു പറഞ്ഞു, എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗ്ഗത്തിൽ വേണം, എനിക്ക് അങ്ങയോടൊപ്പം, അതല്ലാതെ വേറെ ഒന്നും വേണം, എനിക്ക് അത് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിനെ ഇരുട്ടിന്റെ യാമങ്ങളിൽ എടുത്തു തന്ന പ്രിയപ്പെട്ട ഖാദിമിനോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ലോകത്ത് ആരെങ്കിലും റെക്കമെൻഡ് കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നെങ്കിൽ ആ പ്രിയപ്പെട്ട ഖാദിമിന് മുത്തായ ഹബീബ് വസല്ലം കൊടുക്കുമായിരുന്നു. അവിടെ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഒരുപാട് സുജൂദ് ചെയ്തിട്ട്, അല്ലാഹുവിനെ ഒരുപാട് സാഷ്ടാംഗം ചെയ്തിട്ട് നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തരാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പൊ എന്നെ നീ ഒന്ന് ഹെൽപ്പ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ, സഹായിച്ചെങ്കിലേ പറ്റുള്ളൂ നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ. എന്താണ്? പോയി കിടന്ന് സുജൂദ് ചെയ്യേ. രക്ഷയില്ല. സാലിഹുൽ അഅമാൽ അല്ലാതെ ഈ ലോകത്ത് രക്ഷപ്പെടാൻ ഒരു ട്രിക്കുമില്ല, ഒരു ഐഡിയയുമില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. വിശുദ്ധമായ ഖുർആനിലെ കപ്പൽ, വിശുദ്ധമായ ഖുർആനിലെ ഒട്ടകം. അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു കൊടുത്തു. അതിന്റെ മിഥിലിൽ നിന്നും. നമ്മൾ എന്തിനെ കുറിച്ചാ പറഞ്ഞത്? കപ്പലിനെ കുറിച്ചാ പറഞ്ഞത്. അപ്പൊ ആ കപ്പല് പോലത്തെ ഒന്നിനെ നാം അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തു. അവർക്ക് സഞ്ചരിക്കാനുള്ള റുകൂബിനുള്ള ഒരു സംവിധാനം അവർക്ക് നാം സംവിധാനിച്ചു കൊടുത്തു. മഹാനായ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ തഫ്സീറിനെ പറ്റി 3 അഭിപ്രായം പറയുന്നുണ്ട്. 3 അഭിപ്രായം. അതിൽ ഒന്നാമത്തെ അഭിപ്രായം മുജാഹിദ്, ഖത്താദ, അഹ്ലു തഫ്സീർ നല്ലൊരു സംഘവും പറയുന്നത് അന്ന മഅനാ മിസ്ലിഹി ലിൽ ഇബിൽ, ഒട്ടകം എന്നാണ്. ഖലഖഹാ ലഹും ലിറുകൂബി ഫിൽ ബദ്ദി, കരയിൽ സഞ്ചരിക്കാൻ ഒരു ഒട്ടകത്തെ യാത്ര ചെയ്യാൻ ഒരു സംവിധാനമാക്കി കൊടുത്തു. ഏതുപോലെ മിസ്ല സുഫ്നിൽ മർകൂബത്തി ഫിൽ ബഹർ, കടലിൽ സഞ്ചരിക്കുന്ന കപ്പൽ പോലെ കരയിൽ സഞ്ചരിക്കാൻ ഒരു സംവിധാനമാണ് ഒട്ടകം. വൽ അറബു തുശബ്ബിഹു, അറബികൾ ഇങ്ങനെ
ഉപമ പറയാറുണ്ട്. ഈ മരുഭൂമിയിലെ കപ്പലാണ് ഒട്ടകം എന്ന് പറയാറുണ്ട്. അപ്പൊ മരുഭൂമിയിലെ കപ്പലാണ് ഒട്ടകം എന്ന് ഖുർആനിന്റെ ആശയമാണ്. ഇത് ഒന്നാമത്തെ അഭിപ്രായം. രണ്ട്, അവർക്ക് അത് കപ്പൽ പോലത്തെ വാഹനത്തെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വിമാനമാകാം, ട്രെയിൻ ആകാം, കാറാകാം, ബസ്സാകാം, മൃഗങ്ങളാകാം. രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം പറയുന്നത് ഈ കപ്പൽ പോലത്തെ വേറെ കപ്പലുകൾ, നൂഹ് നബി ഇസ്ലാമിന്റെ കപ്പൽ, രക്ഷയുടെ കപ്പൽ, ഹിദായത്തിന്റെ കപ്പൽ, അദാബിനെ വന്നപ്പോൾ അദാബിന് രക്ഷ പ്രാപിച്ച് ലോക സമൂഹത്തിനെ വീണ്ടും ചുരുക്കി ചെറുതാക്കി കൊണ്ടുവന്ന് പുതിയ ലോകക്രമത്തിന് രൂപം നൽകിയ രക്ഷയുടെ കപ്പൽ കയറിയതുപോലെ ആ കപ്പൽ പോലുള്ള ചെറു കപ്പലുകൾ എന്നൊരു അഭിപ്രായത്തിന് മൂന്ന് അഭിപ്രായം ഉണ്ടെങ്കിലും അതിനാദ്യമായിട്ട് പറഞ്ഞ കാര്യം അത് ഒട്ടകത്തെ പറ്റി തന്നെയാണ് എന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ പറഞ്ഞത് ലിബുൽ ഫൈനഹാ സുഫുൽ ബത്തി യഹ്മിലൂന അലൈഹാ വയർകബുനഹാ, അത് കരയിലെ കപ്പലാണ് എന്നാണ്. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒട്ടകം എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സൂറത്ത് യാസീനിലെ ഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ എന്ന് പറഞ്ഞതിൽ കപ്പലാണ് അതിൽ പരാമർശന വിധേയമായത് എന്ന് പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സൂറത്തുൽ ഗാശിയയിലെ 17ാമത്തെ ആയത്താണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഖുദ്റത്തായിട്ട്, അത്ഭുതമായിട്ട് അല്ലാഹു സൃഷ്ടിച്ചു വെച്ച സൃഷ്ടിജാലങ്ങളുടെ വൈവിധ്യങ്ങളെ വിവരിക്കുന്നതിൽ ജീവികളുടെ വിഷയത്തിൽ തേനീച്ചയെ പറഞ്ഞിട്ടുണ്ട്, പലതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ജീവിയെ എടുത്തു പറഞ്ഞിടത്ത് ആനയെ പറഞ്ഞിട്ടില്ല, പശുവിനെ പറഞ്ഞിട്ടില്ല, ആടിനെ പറഞ്ഞിട്ടില്ല, കുതിരയെ പറഞ്ഞിട്ടില്ല, ഒന്നിനെ പറഞ്ഞില്ല. ഒട്ടകത്തെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഗാശിയ 17ാമത്തെ ആയത്താണ്. لما ذكر الله عز وجل امر اهل الدار تعجب الكفار من ذلك. സൂറത്തുൽ ഗാശിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഗാശിയയിൽ എങ്ങനെ പറയുന്നത്, വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഒരു പലവത രണ്ട് മുഖങ്ങളെയാണ് അതിൽ വിശദീകരിക്കുന്നത്. വജൂഹു യൗമഇദിൻ ഖാശിഅ, പേടിച്ചിരിക്കുന്ന ഒരു മുഖം, ആമിലത്തുൻ നാസിബ, റിസ്ക് കൊണ്ട് പ്രയാസം കൊണ്ട് ഇരുണ്ടുപോയ ഒരു മുഖം. അതിനെ എങ്ങനെ വിവരിച്ചു വന്നിട്ട് ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീൽ, ദരീലല്ലാതെ ഭക്ഷണമില്ലാത്ത, കനപ്പില്ല, യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്, വിശപ്പടക്കാത്ത, തൊണ്ടയിൽ ഇങ്ങനെ പിടിക്കുന്ന ഭക്ഷണമാണ് അവർക്ക് എന്ന് പറഞ്ഞ ഒരു മുഖം. അടുത്തത് വജൂഹു യൗമഇദിൻ നാഇമ ലിസഈഹാ റാദിയ, നല്ല മനോഹരമായ ശോഭാപൂർണമായ മുഖം, ഫീ ജന്നത്തിൻ ആലിയ, ഉയർന്ന സ്വർഗ്ഗത്തിലിരിക്കണ മുഖം. അങ്ങനെ രണ്ട് മുഖങ്ങളെ, രണ്ട് അവസ്ഥകളെ വിശദീകരിച്ചപ്പോ കാഫിരീങ്ങൾ അതിന് അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം പറഞ്ഞാൽ തിരിയാത്ത, സ്വർഗ്ഗത്തിന്റെ നരകത്തിന്റെ അവസ്ഥകളെ വിശേഷിപ്പിച്ചാൽ ഹൃദയത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാത്ത സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിലുള്ള ഒരു അത്ഭുതത്തെ എടുത്ത് വരച്ചു കാട്ടിയിട്ട് ഇതിനെ പടച്ചു വെച്ച പടച്ചറമ്പരാൻ അനുസരിക്കുകയും എന്ന് പറഞ്ഞ രംഗമാണ് കാണുന്നത്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അഫലാ യൻദുറൂന, അവർ ചിന്തിക്കുന്നില്ലയോ, അവർ മനസ്സിലാക്കുന്നില്ലയോ, ഇലൽ ഇബ്ലി, ഒട്ടകത്തിലേക്ക്, കൈഫ ഖുലിഖത്, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അതെങ്ങനെയാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ അവർ. ഇവിടെ ഒട്ടകത്തിന് നൽകിയിരിക്കുന്ന അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായ സവിശേഷതകൾ എന്തൊക്കെയാണോ നോക്കാം. ധാരാളം മഹത്വങ്ങളുണ്ട് ഒട്ടകത്തിന്, ധാരാളം പ്രത്യേകതകളുണ്ട്. നിങ്ങൾ തന്നെ അത് വല്ല ജെമിനിയിലെടുത്തയോ അല്ലെങ്കിൽ വിക്കിപീഡിയയിലോ ഒക്കെ നോക്കിയാൽ നമുക്കിന്നത് കണ്ടെത്താൻ പറ്റും. അതിൽ ഒന്നാമത്തെ സവിശേഷത വാട്ടർ സ്റ്റോറേജ്, ജല സംഭരണ ശേഷി എന്നതാണ്. ഒട്ടകത്തിന്റെ മുകളിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ഹമ്പുണ്ട്, ഒരു കൂന, അതിൻ്റെ അകത്ത് നിറയെ കൊഴുപ്പാണ്. അത് ഭക്ഷണം ലഭിക്കാത്തപ്പോൾ ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നാൽ അവിടെ രക്തകോശങ്ങൾക്ക് വികസിക്കാനും വലിയ ആളുകൾ വെള്ളം സംഭരിക്കാനും പറ്റും. ഒട്ടകത്തിന്റെ മരുഭൂമിയിൽ വസിക്കേണ്ടുന്ന ദീർഘനാൾ ശക്തമായ ചൂടിന് സഹിച്ചുകൊണ്ട് ചുട്ടുപെടുത്ത മണലിൽ ഈ ചുമട് വഹിച്ച് മനുഷ്യന് വഹിച്ച് നടക്കേണ്ടുന്ന ഒട്ടകത്തിൽ അല്ലാഹു ആദ്യമായിട്ട് സംവിധാനിച്ച ഒരു അത്ഭുതം ജലസംഭരണ ശേഷിയാണ്. ഒറ്റയടിക്ക് ഏകദേശം 100-150 ലിറ്റർ വെള്ളം വരെ കുടിക്കാൻ പറ്റും. അങ്ങനെ 100-150 ലിറ്റർ ഒരൊറ്റ സ്റ്റെപ്പിന് കുടിക്കാൻ.
രണ്ടാമത്തെ അത്ഭുതം അവകളുടെ കണ്ണും മൂക്കുമാണ്. ഈ ഒട്ടകത്തിന് 3 കൺപോളയുണ്ട്. ശക്തമായ മണൽക്കാറ്റടിച്ച് വീശുമ്പോൾ അതിന്റെ അകത്തൂടെ ഒരു ജീവി പാസ് ചെയ്ത് പോകണമെങ്കിൽ അതിന്റെ കണ്ണ് അത്ര പെർഫെക്റ്റ് ആയിരിക്കണം. 3 കൺപോള. അതിൽ 2 എണ്ണത്തിന് കട്ടിയുള്ള പീലിയുണ്ട്, 3-മത്തേത് നേർത്ത പാളിയാണ്. എങ്കിലേ ഈ മരുഭൂമിയിൽ അതിന് സഞ്ചരിച്ചു പോകാൻ കഴിയും. പിന്നെ മറ്റൊന്ന് മൂക്ക്. മണലകത്തേക്ക് കയറാതിരിക്കാൻ, ഈ പൊടിക്കാറ്റ് വരുമ്പോൾ മൂക്ക് ശ്വാസം വലിക്കുമ്പോൾ മണലകത്തേക്ക് കയറി പോകാതിരിക്കാൻ വേണ്ടി അതിനകത്ത് എന്തുണ്ട്, പിന്നെ ഒരു പ്രത്യേക സംവിധാനം വെച്ചിട്ടുണ്ട്. മൂക്ക് പൂർണ്ണമായിട്ട് അടച്ചു പിടിക്കാൻ പറ്റും. കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി പഠിച്ചു ഈ സ്ഥലത്ത് കേട്ട ശേഷം ഒന്ന് ഒട്ടകത്തെ എടുത്തു വെച്ച് നല്ലപോലെ പഠിച്ചു വേണം. അത് അതിന് പ്രത്യേകത മൂക്കിങ്ങനെ അടച്ചു പിടിക്കുന്നതാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കിയാൽ മതി. കൂടാതെ ശ്വസിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന ഈർപ്പത്തെ തിരിച്ചു വലിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവും അവിടെ നാസാഗ്രന്ഥങ്ങൾക്കുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് മണലിൽ താഴ്ന്നു പോകാത്ത കാലുകൾ. അവിടെയാണ് മരുഭൂമിയിലെ കപ്പൽ എന്ന അതിന്റെ വിശേഷണം അതിന് പൂർണ്ണമായിട്ട് ഒത്തുവരുന്നത്. മറ്റു മൃഗങ്ങളുടെ കാൽപാദങ്ങൾ മണലിൽ താഴ്ന്നു പോകുമ്പോൾ ഒട്ടകത്തിന്റെ കാൽപാദങ്ങൾ വിസ്താരമുള്ളതും പരന്നതുമായതുകൊണ്ട് തന്നെ ഇത് കുശൻ പോലെ പ്രവർത്തിക്കും. മണൽ വെക്കുന്ന കുശൻ അതിങ്ങനെ പരന്നിട്ട് ഒരു പാടയായിട്ട് താഴ്ന്നു പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിളിക്കുന്നത്. 4-മത്തെ കാര്യം, ഉയർന്ന ശരീര താപം ക്രമീകരിക്കാൻ പറ്റും. എത്ര ശക്തമായ ചൂടിനെയും അതിജീവിക്കാൻ പറ്റും. മനുഷ്യരെ പോലെ ഒട്ടകങ്ങൾ പെട്ടെന്ന് ഉയർന്നില്ല. ഇവിടെ ശരീരത്തിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ ആ ചൂട് ഉയർന്നാലും ഒരു പ്രശ്നമില്ലാതെ സഞ്ചരിച്ചു പോകും. അതിലൂടെ ജലാംശം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അതിനുണ്ടാവുകയില്ല. 5-മത്തെ കാര്യം, കട്ടിയുള്ള വായും ചുണ്ടും. കട്ടിയുള്ള വായും ചുണ്ടും എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ മുള്ളുകളുള്ള ചെടികളും കള്ളിച്ചെടികളൊക്കെ യാതൊരു പരിക്കുമില്ലാതെ സിമ്പിൾ ആയിട്ട് എടുത്ത് തിന്നിറങ്ങാൻ പറ്റും. ആർക്ക്? ഒട്ടകത്തെ. 6-മത്തെ കാര്യം, കാൽമുട്ടുകളിലെ കട്ടിയുള്ള ചർമ്മം. ഈ ഒട്ടകം മുട്ടുകുത്തുക എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് ശേഷം പറയാനുള്ള കേസാ. മദീനയിൽ പോയി മുട്ടുകുത്തിക്ക് സേനകത്ത് വരാനുണ്ട്. കസ്വ എന്ന ഒട്ടകത്തിന്റെ. ഒട്ടകം മണലിൽ ഇരിക്കുമ്പോൾ ചൂടുള്ള മണലിൽ നിന്ന് പൊള്ളലേൽക്കാതിരിക്കാൻ വേണ്ടി അവയുടെ കാൽമുട്ടുകൾ നെഞ്ചിൽ കട്ടിയുള്ള ഒരു ചർമ്മത്തിന്റെ പാളികൾ അള്ളാഹു സംവിധാനം സൃഷ്ടിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ. അവരുടെ നാടിന്റെ ശക്തമായ താപത്തിനെ അതിനെ സഹിക്കാനും അതിനെ ഉൾക്കൊള്ളാനും അതിനെ പ്രതിരോധിക്കാനും പറ്റിയ ശാരീരികവും അതിന്റെ ശരീര സവിശേഷതയും കൊണ്ട് അനുഗ്രഹീതമായ ഒട്ടകം എന്ന അത്ഭുതത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ. ഇനി ഒട്ടകത്തിന്റെ സ്വഭാവത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒട്ടകങ്ങൾ വളരെ അച്ചടക്കമുള്ള ജീവികളാണ്. ഒരു കൂട്ടം ഒട്ടകങ്ങളിൽ ഒരു ജമാഅത്ത് ഒട്ടകം വന്നാൽ പോലും ഒരു ചെറിയ കുട്ടിക്ക് അതിനെ നയിച്ചുകൊണ്ട് പോകാൻ പറ്റും. അത്ര അനുസരണശീലമുള്ളതാ. പിന്നെ ക്ഷമ. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ദിവസങ്ങളോളം മരുഭൂമിയിലെ യാത്ര ചെയ്തു പോയാലും അത് മിണ്ടാണ്ട് അനുസരണയുള്ള ഒരു ദാസനെ പോലെ നിൽക്കും ഒട്ടകത്തിന്റെ ക്ഷമ. അതിന്റെ സ്വഭാവ സവിശേഷതയാണ്. അപ്പൊ ഒരു ചോദ്യം ഇമാം ഹസൻ ബസ്രി റളിയല്ലാഹു ചോദിക്കണ്ടായി, എന്നാ പിന്നെ ഒട്ടകത്തെ അല്ലാഹു വലിയ സംഗതിയായിട്ട് വിവരിച്ചല്ലോ, ആനയെ കുറിച്ച് പറയാത്തത് എന്താ? ആന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഭീമാകാരമായ ഒരു ജീവി വരുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ആനയെ പറഞ്ഞില്ല? ഒട്ടകത്തെ പറയുമ്പോ ഒട്ടകത്തെക്കാളും വലിയ സൈസായിട്ടുള്ള ആനയല്ലേ സാധാരണ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കാൻ കാണാൻ കുറിച്ച് കാട്ടും. ഒട്ടകം പോയാൽ നമ്മൾ ആരും അത്ര വലിയ സന്തോഷം. ആന പോയാൽ എന്താ പിന്നെ ആനയെ എടുക്കാത്തത് എന്ന ചോദ്യത്തിലും നമ്മൾ ആരൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അവർക്ക് അനുഭവമുള്ള അവർക്ക് പരിചയമുള്ള കാര്യങ്ങളോട് പറയാനുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് അറബികൾക്ക് സംസാരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പന മരത്തെ കുറിച്ച് സംസാരിച്ചു. കേരളക്കാരോട് സംസാരിക്കുമ്പോൾ തെങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ഈത്തപ്പന ഒരു വിഷയമായിട്ട് ഇതുപോലെ എടുത്ത് പഠന വിഷയമാക്കേണ്ടതുണ്ട്. ഈത്തപ്പന മരത്തെ സംബന്ധിച്ച് അപ്പൊ അവർക്ക് അപരിചിതത്വമുള്ള ഒരു സംഗതിയാണ് ആന. പണ്ടെന്നോ സൂറത്തുൽ ഫീൽ വിശദീകരിക്കുന്ന പോലെ ആനക്കലഹം എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിൽ ഒന്ന് കടന്നു വരുന്നു പോയി സൂറത്തുൽ ഫീൽ എന്നൊരു അധ്യായം കൊടുക്കുന്നു എന്നതിനപ്പുറം ആനയെ അറബികൾക്ക് അത്രത്തോളം പരിചയമില്ല. അപരിചിതത്വമുള്ളത് കൊണ്ടാണ് ആനയെ കുറിച്ച് പറയാത്തത്. പിന്നെ മറ്റൊന്ന്, ആന കാഴ്ചയിൽ വലുതാണെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അതിനെക്കൊണ്ട് വലിയ പ്രയോജനമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ഇപ്പൊ നമ്മുടെ ശേഷം പറയാൻ പോകുന്നത് 4 ഗുണങ്ങളുണ്ട്. ഒരു ജീവികൾക്കും ഒത്തിണങ്ങാത്ത 4 ഗുണങ്ങൾ ഒട്ടകങ്ങൾക്കുണ്ട്. അതിലൊന്നാണ് അതിന്റെ ഇറച്ചി ഭക്ഷിക്കാൻ പറ്റും, പക്ഷെ ആനയുടെ ഇറച്ചി ഭക്ഷിക്കാൻ പറ്റില്ല. ഒട്ടകത്തിന്റെ പാല് കുടിക്കാൻ പറ്റും, പക്ഷെ ആനയുടെ പാല് കറക്കാനും പറ്റൂല, കുടിക്കാനും പറ്റൂല. സവാരി ചെയ്യാൻ ഒട്ടകത്തെ പോലെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ ആനയെ കൊണ്ട് കഴിയില്ല. അതൊക്കെ കൊണ്ടാണ് ആനയെ കുറിച്ച് പറഞ്ഞത്. ചുരുക്കത്തിൽ കാഴ്ചയിലുള്ള അത്ഭുതമല്ല, ജീവിതത്തിലുള്ള വിസ്മയകരമായ നേട്ടങ്ങൾ ഒട്ടകം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒട്ടകത്തെ പറഞ്ഞത്. ആന വിസ്മയം തന്നെയാണ്, പക്ഷേ ഒട്ടകം വിസ്മയവുമാണ്, ഒപ്പം ജീവിതവുമാണ്. 4 കാരണങ്ങളാണ് മറ്റെല്ലാ ആന ആയിക്കോട്ടെ, ആനയല്ലാത്ത കുതിര
വൈരാഗ്യം പറയാൻ, എടുത്തുചാട്ടം പറയാൻ, കുതിച്ചുചാട്ടം പറയാൻ സൂറത്തുൽ ആദിയാത്തിലൊക്കെ അല്ലാഹു കുതിരയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, കുതിരയുടെ സഞ്ചാരത്തെ പറ്റി. പക്ഷെ ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, മനസ്സിലാക്കി, പഠിക്കൽ, പഠനവിധേയമാക്കി എന്ന് പറഞ്ഞിടത്ത് എന്തുകൊണ്ട് ഒട്ടകത്തെ പറഞ്ഞു? 4 കാര്യങ്ങളാണ് ഉള്ളത്. 4 കാര്യം. ഒന്ന്, അതിന്റെ ഹെലൂബത്ത് എന്ന് പറഞ്ഞാൽ അത് നല്ല പോഷകമുള്ള പാല് നൽകുന്നു, ഇതുപോലെ. പിന്നെ രണ്ടാമത്തത് റക്കൂബത്ത്, ദൂരയാത്രയ്ക്ക്. എത്ര ദൂരയാത്ര, എത്ര ഭക്ഷണം കൊടുത്തില്ലെങ്കിലും, ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈത്തപ്പഴത്തിന്റെ കുരു എടുത്തിട്ട് പൊടിച്ച് ഉണക്ക പുല്ലോട്ട് കൊടുത്താലും അത് തിന്നിട്ട് നല്ല ശുദ്ധമായ ഇറച്ചി പാലും മനുഷ്യർക്ക് കൊടുക്കും. അതാണ് ഒട്ടകം. പിന്നെ രണ്ടാമത്തത് ദൂരയാത്രയ്ക്ക് എത്ര ലോഡ് വേണമെങ്കിലും കയറ്റാം. ലോഡ് കയറ്റുന്നതിന് മുമ്പ് അതിങ്ങനെ മുട്ടുകുത്തി ഇരുന്ന് കൊടുക്കും. അപ്പൊ അതിന്റെ പരമാവധി അതിനകത്ത് ലോഡ് ചെയ്യും. ഇത് കൊണ്ട് ഇതങ്ങോട്ട് പൊങ്ങും, എന്നിട്ട് സഞ്ചരിക്കും. കുതിരയെ പോലെ എഴുതിയാട്ടമോ ആനയെ പോലെ വൈരാഗ്യമോ ഒന്നുമില്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജീവി. മൂന്നാമത്തെ കാര്യം അക്കൂലത്ത്. ഇനി ഒരു പക്ഷേ യാത്ര മധ്യങ്ങൾ എന്തെങ്കിലും സംഭവം വന്നാൽ ഈ സാധനത്തിന് അറുത്ത് തിന്നാനും പറ്റും. ഇതിന്റെ ഇറച്ചി ഭക്ഷണമായിട്ട് ഉപയോഗിക്കും. മൂന്നാമത്തെ കാര്യം ഹമൂലത്താണ്. നാലാമത്തെ കാര്യം ഹമൂലത്താണ്. ഹലൂബത്ത് പാല് ഉപയോഗിക്കാം, റക്കൂബത്ത് വാഹനമായിട്ട് ഉപയോഗിക്കാം, അക്കൂലത്ത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. നാലാമത്തത് ഹമൂലത്ത്. എത്ര വലിയ ഭാരങ്ങൾ കെട്ടിക്കൊണ്ടും ദൂര സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചു പോകാൻ ഈ ഒട്ടകത്തെ കൊണ്ട് പറ്റും. ഈ പറ്റല് മറ്റു ഒരു ജീവിയെ കൊണ്ട് പറ്റൂല. ഈ 4 കാര്യം ഒത്തുചേർന്ന ഒരു ജീവിയില്ല. ആനയില്ല, കുതിരയില്ല, കഴുതയില്ല, പശുവില്ല, ആടില്ല, പോത്തില്ല, ഒന്നുമില്ല. ഇതെല്ലാം ഒത്തുചേർന്ന ഒരു ജീവിയേ ഉള്ളൂ. ആ ജീവിയുടെ പേരെന്തായിരുന്നു? ഒട്ടകം. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു വിശേഷിപ്പിച്ച ഒട്ടകം. ഈ ഒട്ടകം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നാഖത്തല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഒട്ടകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു സമൂഹത്തിന്റെ ശിക്ഷയായിട്ട് കടന്നു വന്ന ഒട്ടകം. നമ്മൾ വിശുദ്ധമായ ഖുർആൻ ഏത് സൂറത്തിലാണ് നാഖത്തല്ലാഹ് എന്ന് പറയുന്നത്? ശംസിൽ നോക്കിക്കേട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കദ്ദബത് സമൂദ് ബിതഗ്വാഹാ ഇദിൻ ബഅസ അശ്ഖാഹാ ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹാ. സ്വാലിഹ് നബിയുടെ സമൂഹം സ്വാലിഹ് നബിയോട് ആവശ്യപ്പെട്ടത് അത്ഭുതകരമായ ഒരു ദൃഷ്ടാന്തമായിരുന്നു. അല്ലാഹുവിന്റെ നബി ഉമ്മത്തിന് ഖുർആനാണ് കൊടുത്തതെങ്കിൽ, മൂസാ നബിയുടെ വടിയായിരുന്നെങ്കിൽ, ഈസാ നബിയുടെ ചികിത്സയുടെ വൈദഗ്ധ്യമായിരുന്നെങ്കിൽ, സാലിഹ് നബിയുടെ ഉമ്മത്ത് സാലിഹ് നബിയോട് ചോദിച്ചത് അത്ഭുതകരമായ ഒരു ചോദ്യമായിരുന്നു. ആ കാണുന്ന മലയിൽ നിന്ന് ഒരു ഗർഭിണിയായ ഒരൊട്ടകം പുറത്തു വരണം, എന്നിട്ടത് പ്രസവിക്കണം, എന്നിട്ടത് പാലൂട്ടണം, നമുക്ക് പാല് നൽകണം. ഈ ഒരു അത്ഭുതകരമായ ചോദ്യമാണ് പിന്നെ സ്വാലിഹ് നബിയോട് സമൂദ് ഗോത്രം ചോദിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക താക്കീത് കൊടുത്തായിരുന്നു. ശരി, നിങ്ങൾ ചോദിക്കുന്നത് അതുപോലെ തരാം, പക്ഷേ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നബി എടുത്ത് പറഞ്ഞല്ലോ, ഉഹദ് മല സ്വർണ്ണമാക്കി കൊടുക്കണം, അത് സ്വർണ്ണമലയായി കൊടുക്കണം, ആക്കി തരാം. ജിബ്രീൽ അലൈഹിസ്സലാം അതിന് പറഞ്ഞു ആക്കി തരാം. പക്ഷെ ആക്കി തന്നു കഴിഞ്ഞാൽ അതിനുശേഷവും നിങ്ങൾ കളവാക്കിയാൽ മുച്ചൂട് നശിപ്പിച്ചു കളയും. ഇസ്തിഗ്സാൽ, നിങ്ങളെ ഉന്മൂലനാശം വരുത്തി കളയുന്നു. അല്ലാഹുവിന്റെ നബി വേണ്ട, അവർക്ക് സാവകാശം കൊടുക്കില്ല, അതൊന്നും കൊടുക്കണ്ട, അവർ വിശ്വസിച്ചോളും, വന്നോളും, ഒന്നും ചെയ്യണ്ട. സ്വാലിഹ് നബി ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു ഒട്ടകത്തെ അയച്ചു കൊടുത്തു. ഒട്ടകത്തെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് ഒരു ദിവസം വെള്ളം കുടിക്കാൻ അവസരം കൊടുക്കണം, നിങ്ങൾ ഒരു ദിവസം വെള്ളം കുടിച്ചോളണം, അതിന്റെ ദിവസം നിങ്ങൾ അതിക്രമിച്ച് കയറരുത്, അതിനെ നിങ്ങൾ ഉപദ്രവിക്കുകയും അരുത്. ഹസ്രത്ത് സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂഹത്തോട് പറഞ്ഞു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, സൂറത്ത് ശംസിൽ അല്ലാഹു ഇങ്ങനെ പറയുകയാണ്, സമൂദ് ഗോത്രം അതിന്റെ അതിക്രമങ്ങൾ ആ ഒട്ടകത്തിനെതിരെ പ്രയോഗിച്ചു. ആ സമൂഹത്തിലെ ഏറ്റവും പരാജിതരായ ഒരുത്തൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ ദൂതൻ സ്വാലിഹ് നബി പറഞ്ഞു, അല്ലാഹുവിന്റെ ഒട്ടകത്തെയും അതിന്റെ കുളിപ്പ് സ്ഥാനത്തെയും നിങ്ങൾ ശ്രദ്ധിക്കണേ, ജാഗ്രതപ്പെടണേ, അതിൽ അതിക്രമിച്ച് കിടക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ഈ നബി അവരെ കളവാക്കിയെന്ന് മാത്രമല്ല, ആ ഒട്ടകത്തെ പിടിച്ച് അറുത്ത് കളഞ്ഞു.
ധിക്കാരികൾ. പടച്ചറപ്പ് ആകാശത്ത് നിന്ന് തീരുമാനമെടുത്തു. എന്താ എടുത്തത്? ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുച്ചൂട് നശിപ്പിച്ചു. അതിന് വലുതില്ല, ചെറുതില്ല, പിന്നെ അനുസരിച്ചതില്ല, എല്ലാത്തിനും. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. സമുദായത്തിൽ അരുതായ്മ കിടക്കുമ്പോൾ അതിന് അരുത് എന്ന് പറഞ്ഞില്ലെങ്കിൽ പടച്ചിറപ്പിന്റെ തീരുമാന ശിക്ഷ വരുമ്പോൾ ഒരു കൂട്ടത്തെ മാത്രമായിരിക്കില്ല പിടികൂടുന്നത്, മൊത്തത്തിലായിരിക്കും എടുക്കുന്നത്. അങ്ങനെ ഹസ്രത്ത് സ്വാലിഹ് നബി ഇസ്ലാമിന്റെ സമുദായത്തെ മുഴുവൻ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. അത് മറ്റൊരു സംഭവമായിട്ട് ഇൻഷാ അല്ലാഹ് വേണ്ടിയുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു അവസരത്തിൽ പഠിക്കാം. നമുക്ക് വീണ്ടും നമ്മുടെ ഒട്ടക ചരിത്രത്തിലേക്ക് തിരിച്ചു പറഞ്ഞു വരാം. ഹസ്രത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പ്രിയപ്പെട്ട ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകത്തിന്റെ പേരാണ് ഖസ്വ. ഒരു പാട്ടുണ്ടായിരുന്നല്ലോ. പാടണം. എല്ലാം പഠിക്കട്ടെ. തോളിൽ ചുമന്നോരു സൂപ്പർ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ പഠിക്കാൻ ആദ്യമേ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ ഖസ്വ. പാടി മുസ്ലിമൊക്കെ പാട്ടുകാരാണല്ലേ, അപ്പുറം വരുന്നില്ല. അപ്പം ഖസ്വ എന്ന മനോഹരമായ ഒട്ടകം ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന് സൗജന്യമായിട്ട് കൊടുക്കാൻ നേരം പൈസ കൊടുത്തിട്ട് മാത്രം മാന്യതയോടെ കൈപ്പറ്റി തന്റെ പ്രിയപ്പെട്ട വാഹനമായിട്ട് കൊണ്ടു നടന്ന ഒട്ടകം. ഈ പാട്ടിൽ തന്നെ നൗഷാദ് മൗലവി സുന്ദരമായിട്ട് ഈ ഒട്ടകത്തിന്റെ ദൗത്യങ്ങളും അതിന്റെ സേവനങ്ങളും അവസാനം മൊത്തായ ഹബീബ് വഫാത്തായപ്പോ വിശന്നിട്ട് കഴിക്കാതെ കടന്ന് ലോകത്തോട് വിട പറഞ്ഞ ഖസ്വ എന്ന ഒട്ടകത്തിന്റെ അത്ഭുതകരമായ ഒട്ടകത്തിൽ നിന്ന മെണ്ടാപ്രാണിയുടെ യജമാന സ്നേഹത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജ്റ പോയി മദീനയിലെത്തിയപ്പോ എല്ലാരും വന്നിട്ട് ഇങ്ങനെ എന്റെ വീട്ടിൽ കഴിയണേ, എന്റെ വീട്ടിൽ ഇറങ്ങണേ, എന്റെ വീട്ടിൽ അതിഥിയായിട്ട് വരണേ എന്ന് ഹബീബായ മുത്തിന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് ആവശ്യപ്പെട്ടപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിട്ടേക്കുക ഒട്ടകത്തെ, അത് മഅ്മൂറത്താണ് എന്ന് പറഞ്ഞാൽ അതിന് അല്ലാഹു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എവിടെയാണത് പോയി മുട്ടുകുത്തേണ്ടത്? അത് മുട്ടുകുത്തുന്ന സ്ഥലത്താണ് മുത്തിറങ്ങേണ്ടത്. അവിടെയാണ് നാളെ ലോകത്തിലെ എല്ലാ സ്നേഹഹൃദയങ്ങളും ഒരുപോലെ ആശിക്കുന്ന മസ്ജിദ് നബവി എന്ന ഏറ്റവും വലിയ ലോകത്തിന്റെ വെള്ളക്കൊട്ടാരം സ്ഥാപിതമാകാനുള്ളത് ഈ ഖസ്വ എന്ന ഒട്ടകത്തിന്റെ മുട്ടുകുത്താനുള്ള ഇടത്താണ്. അതുകൊണ്ട് അതിനെ നിങ്ങളങ്ങ് വിട്ടേക്കുക. അങ്ങനെ അവരങ്ങ് വിട്ടുകഴിഞ്ഞപ്പോ ഖസ്വ എന്ന ഒട്ടകം മുന്നോട്ട് പോയി. കുഞ്ഞിനീങ്ങളെ, അതിങ്ങനെ പോയിട്ടൊരു സ്ഥലത്ത് പോയി, അത് പിന്നും തിരിച്ചു വന്നു. ഒരു സ്ഥലത്ത് അത് മുട്ടുകുത്തി. അത് രണ്ട് യതീമുകളുടെ മുതലായിരുന്നു. അത് ഹബീബായ മുത്തിന് സൗജന്യമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വില കൊടുത്തിട്ട് അനാഥ മക്കളിൽ നിന്ന് ആ സ്ഥലം വാങ്ങി. ആ സ്ഥലത്താണെന്ന് മസ്ജിദ് നബവി സ്ഥിതി ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുട്ടുകുത്തിയതിന്റെ തൊട്ടടുത്താണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ആ ഒട്ടകത്തിൽ ഇരുന്ന സാധനങ്ങളും സാമഗ്രികളും വീട്ടിലേക്ക് പോയി. മസ്ജിദ് നബവി നിർമ്മിക്കപ്പെടുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിക്കുകയുണ്ടായി. ഇതാണ് ഖസ്വയുടെ ചരിത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷത്തെ പ്രബോധന ദൗത്യത്തിന്റെ നിർവഹണ പൂർത്തീകരണത്തിന് വേണ്ടി മക്കയിൽ വന്നിട്ട് മക്ക ഫത്ഹ് കഴിഞ്ഞിട്ട് ഈ സമുദായത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അറഫ പ്രഭാഷണം നടത്തി, അഥവാ വിടവാങ്ങൽ പ്രഭാഷണം നടത്തി. അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത് ഈ ഒട്ടകപ്പുറത്തിരുന്നുകൊണ്ടാണ്. ഈ ഒട്ടകത്തിന് പുറത്തിരുന്നുകൊണ്ടാണ്, ഈ ഖസ്വയുടെ മുകളിൽ ഇരുന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായിട്ടുള്ളത്
അറഫ പ്രഭാഷണം നടത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് മിണ്ടാപ്രാണികൾ സംസാരിക്കുമായിരുന്നു. മുഅ്മിനീങ്ങളെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ഒട്ടകം വന്നിട്ട് പരാതി പറയാൻ തുടങ്ങി. എന്താ പരാതി പറഞ്ഞത്? തന്റെ യജമാനൻ തനിക്ക് സമയത്ത് ഭക്ഷണം തരുന്നില്ല, തന്റെ യജമാനൻ സമയത്ത് ഭക്ഷണം തരുന്നില്ല, ഒരുപാട് ഓവർ പണിയെടുപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ആരാണ് റബ്ബുൽ ജമൽ? 3 പേരാണ്, ജമൽ, നാഖത്ത്, ഇബിൽ. ഇത്രയും പേരുകളാണ് അറബിയിൽ ഒട്ടകത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ആരാണ് ഈ ജമലിന്റെ ഉടമസ്ഥൻ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാനാണ് നബി. നിന്റെ ഒട്ടകം എന്റെ അടുത്ത് പരാതി പറയുന്നല്ലോ, ഓവർലോഡ് പണി നീ കൊടുക്കുന്നുണ്ട്, സമയത്ത് ഭക്ഷണം കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഇതിന്റെ വിഷയത്തിൽ അല്ലാഹു നിന്നെ ശിക്ഷിക്കുകയില്ല എന്ന് നിന്നെ ചോദ്യം ചെയ്യില്ല എന്ന് വിചാരിക്കുകയാണോ? അതുകൊണ്ട് അതിനോടുള്ള കടമ കൃത്യമായിട്ട് നീ പൂർത്തീകരിക്കണം. എന്റെ മുഖ്യങ്ങളെ മുഖ്യനാഥികളെ, നമ്മുടെ വീടുകളിൽ നമ്മൾ പല ജീവികളെയും വളർത്തുന്നുണ്ട്. ആടായും കോഴിയായിട്ടും കിളിയായിട്ടും മീനായിട്ടും ഒക്കെ. നമ്മൾ മനസ്സിലാക്കുക, ഒരു ജീവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നവരാണ്. അതിന്റെ സൗന്ദര്യത്തിന് വേണ്ടിയാണെങ്കിലും, കാണാൻ വേണ്ടിയാണെങ്കിലും, പൈസയ്ക്ക് വേണ്ടിയാണെങ്കിലും, പാലിന് വേണ്ടിയാണെങ്കിലും, എന്തിനു വേണ്ടിയാണെങ്കിലും നമ്മുടെ കയ്യിലാണോ അതിന്റെ അന്നത്തിന്റെ വകയുള്ളത്, കൃത്യമായിട്ട് അത് പാലിച്ചോളണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കീഴിൽ വരുന്നവരെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് എന്ന് ഓർമ്മയിലിരിക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം പരാതി പറഞ്ഞു. പിന്നെ ഒരിക്കലൊരു സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ച സന്ദർഭം, അത് വലിയ ഉപമയായിട്ട് ഉദാഹരണമായിട്ട് പറയപ്പെടുന്ന സംഭവമാണ്. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നപ്പോ നബിയോട് ആ സഹാബി ചോദിച്ചു അത്രേ, ഒട്ടകത്തെ കെട്ടിയിട്ട് തവക്കുലാക്കണമോ കെട്ടാതെ തവക്കുലാക്കണമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയുണ്ടായി, ആദ്യം ഒട്ടകത്തെ കെട്ട്, പിന്നെ തവക്കുലാക്ക്. വലിയൊരു പാഠമാണ്, വലിയൊരു പാഠമാണ്. എല്ലാം അല്ലാഹു ഒന്ന് ചെയ്യൂലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. എല്ലാം അല്ലാഹു ചെയ്യും, പക്ഷെ അതിനൊരു നടപടിക്രമം അല്ലാഹു ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. ഓരോന്നിനും വിവാഹം കഴിച്ചാൽ മക്കളുണ്ടാകും, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും, മരുന്ന് കഴിച്ചാൽ രോഗം മാറും. ഈ സെറ്റപ്പ് ഇനി ഈ അസ്ബാബുകളെ കാരണമാക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സെറ്റപ്പ് ചെയ്യും. അത് അസാധാരണ സംഭവങ്ങളാണ്. അത് നബിമാർക്കുണ്ടാകുന്ന മുഅ്ജിസത്ത് എന്ന് പറയും, ഔലിയാക്കൾക്കുണ്ടാകുന്ന കറാമത്ത് എന്ന് പറയും, അങ്ങനെ പലതും പറയും. നോർമലി അസ്ബാബുകളെ അടിസ്ഥാനമാക്കിയിട്ട് അല്ലാഹു പ്രപഞ്ചത്തിൽ കാര്യങ്ങൾ നടത്തുന്നത്, അത് നമ്മൾ പാലിച്ചേ മതിയാകും. പള്ളിയിലുള്ള വണ്ടി കൊണ്ട് വെച്ച് പിന്നെ ലോക്ക് ചെയ്തില്ല, താക്കോലെന്ന് വെച്ച് ഇവിടെ അമ്മാന്റെ മുമ്പിലല്ലേ തിരിച്ചു വണ്ടി ആരെങ്കിലും കൊണ്ടുപോയി എന്നാ പരിപാടിയെ കഴിച്ചു അമ്മാന്റെ വീട് പള്ളിയിലോ പോകുന്ന പിന്നായിട്ട് അല്ല. ആദ്യം അത് ലോക്ക് ചെയ്ത് എല്ലാം ക്ലോസ് ചെയ്ത് താക്കോൽ പോയി ബിസ്മില്ലാഹി തവക്കൽനാ അല്ലാഹ് കയറിപ്പോ കെട്ടിയിട്ടാണ് തവക്കുൽ. ഒട്ടകത്തെ കെട്ടിയിട്ടാണ് തവക്കുൽ. നല്ലൊരു പാഠമാണ്. അത് ഒരുപാട് മസലായിട്ട് പറയപ്പെടുന്ന കാര്യമാണ്. ആദ്യം ഒട്ടകയെ പറയുമ്പോ അല്ല, ഒട്ടകത്തെ ആദ്യം കെട്ട്, രണ്ടാമത് തവക്കുൽ. അതൊന്ന് ഓർമ്മയിലിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രസം പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിക്കാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അന്ന റജുലൻ അത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഇഹ്മിൽനി, എന്നെ ഒന്ന് വാഹനത്തിൽ കയറ്റണം നബി എന്ന് പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിന്നെ ഞാൻ ഒരു ഒട്ടകക്കുട്ടിയുടെ മേൽ കയറ്റും, നിന്നെ ഞാൻ ഒരു ഒട്ടകക്കുട്ടിയുടെ മേൽ കയറ്റും. അപ്പൊ സഹാബി ചോദിച്ചു അത്രേ നബിയോട്, ഈ ഒട്ടകക്കുട്ടിയുടെ മേൽ കയറ്റിയിട്ട് എന്തെയ്യാനാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ റസൂലുള്ളാഹി പറയാണ്, വഹൽ തലിദുൽ ഇബില ഇല്ലന്നൂ, ഏതൊരു ഒട്ടകവും ഒരാളുടെ കുട്ടിയാണേ. എല്ലാ ഒട്ടകവും ഒരൊട്ടകത്തിന്റെ കുട്ടിയാണ്. അത് കുഞ്ഞുകുട്ടി എന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, നിന്നെ ഞാനൊരു ഒട്ടകക്കുട്ടിയുടെ മേലിൽ കയറ്റുമെന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമാശകളാകാം, സഹാബത്തിന്റെ അങ്ങനെ തമാശ പറഞ്ഞിട്ടുണ്ട് റസൂൽ. പക്ഷെ കള്ളമാകരുത്, വേറെ ബുദ്ധിപ്പറച്ചിലാകരുത്, വേറെ ഒന്നും ആകരുത്. പിന്നെ ഇത്തരത്തിലുള്ള തമാശകൾ സഹാബിമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വിശുദ്ധമായ ഖുർആനിനെ നന്നായിട്ട് പഠിക്കാൻ, അറിയാൻ, മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്.
നമുക്കിനി സൂറത്ത് യാസീന്റെ അടുത്ത ആയത്തിനെ കുറിച്ചുള്ള ചർച്ച നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നടത്താം. പരമാവധി എല്ലാവരും ഇതേപോലെ ഈ ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ ഖുർആനിനെ പറയാൻ, കേൾക്കാൻ, ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് കൊണ്ടുനടക്കാനുള്ള വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. വാഹു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.